World and PSC പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, World and PSC എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ അറിവുകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ഒപ്പം വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2018 ഫെബ്രുവരിയിൽ നടക്കുന്ന PSC എക്സാം ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത്. ഈ വരുന്ന 2018 എന്ന് പറയുന്നത് ഒരുപാട് എക്സാംസിന്റെയും ഒപ്പം തന്നെ ഒരുപാട് PSC നിയമനങ്ങളുടെയും വർഷമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഓരോന്നും പറഞ്ഞ് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി 2018 നടക്കുന്ന PSC എക്സാംസ് ഏതൊക്കെ ആണെന്നൊന്ന് നോക്കാം. ഫെബ്രുവരി 1-ാം തീയതി നടക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കാറ്റഗറി 341/17. ഈ എക്സാം ആണ് ഫെബ്രുവരി 1-ാം തീയതി നടക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് എക്സാം വരുന്നത് 2-ാം തീയതിയാണ്. ഇനി ഞാൻ ഫെബ്രുവരി 2-ാം തീയതി നടക്കുന്ന എക്സാംസ് ആണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 417/16 ആണ് 2-ാം തീയതി നടക്കുന്നത്. അടുത്ത എക്സാം വരുന്നത് സീനിയർ ലെക്ചറർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ 141/2017 ആണ്. അടുത്തതായിട്ട് കാറ്റഗറി നമ്പർ വ്യത്യാസമുണ്ട്. സീനിയർ ലെക്ചറർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ 142/17. അതോടൊപ്പം തന്നെ സീനിയർ ലെക്ചറർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ 143/17. കാറ്റഗറി നമ്പർ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അടുത്തതായിട്ട് എക്സാം വരുന്നത് സീനിയർ ലെക്ചറർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ 144/17 ആണ്. അടുത്തതായിട്ട് 3-ാം തീയതി നടക്കുന്ന എക്സാംസ് ആണ് നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 249/17. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 447/17. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 448/17. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 449/17. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 450/17. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 514/17. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 515/17. ഈ എക്സാംസ് എല്ലാം നടക്കുന്നത് 3-ാം തീയതിയാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ മാത്രമാണ് വ്യത്യാസം വരുന്നത്. കാറ്റഗറി നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കാം. 249/17, 447/17, 448/17, 449/17, 450/17, 514/17, 515/17. അടുത്തതായിട്ട് 5-ാം തീയതി ഫെബ്രുവരി 5-ാം തീയതി നടക്കുന്ന എക്സാം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂക്ലിയർ മെഡിസിൻ കാറ്റഗറി 421/16. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ആണ് 5-ാം തീയതി നടക്കുന്ന എക്സാം. കാറ്റഗറി നമ്പറാണ് 421/16. അടുത്തതായിട്ട് ലൈൻമാൻ എക്സാം വരുന്നുണ്ട്. 7-ാം തീയതിയാണ്, ഫെബ്രുവരി 7-ന് നടക്കുന്നതാണ് ലൈൻമാൻ എക്സാം. കാറ്റഗറി നമ്പർ 281/17. അടുത്തതായിട്ട് 9-ാം തീയതി 2 എക്സാം വരുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ആണ് 2 എക്സാം നടക്കുന്നത്. കാറ്റഗറി നമ്പർ 324/17, 325/17. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് 9-ാം തീയതിയാണ് നടക്കുന്നത്. കാറ്റഗറി നമ്പർ 2 324/17, 325/17. അടുത്തതായിട്ട് 10-ാം തീയതി 2 എക്സാം നടക്കുന്നുണ്ട്. പ്രോസസ് സെർവർ 353/16, ഒപ്പം തന്നെ 329/16 ആണ് 10-ാം തീയതി നടക്കുന്ന PSC എക്സാം. പ്രോസസ് സെർവർ 353/16, 329/16. അടുത്തതായിട്ട് 12-ാം തീയതി നടക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി ആണ്. കാറ്റഗറി നമ്പർ 419/16.
പോലീസ് കോൺസ്റ്റബിൾ 104/17 നടക്കുന്നത് ഫെബ്രുവരി 14-ാം തീയതിയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് 15-ാം തീയതി നടക്കുന്ന എക്സാംസ് ആണ്. ഡിവിഷണൽ അക്കൗണ്ടിന്റെ എക്സാം ആണ് 15-ാം തീയതി നടക്കുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ആദ്യത്തേത് 040/15, 41/15, 42/15, 140/15, 141/15, 142/15, 143/15, 144/15, 145/15. ഈ എക്സാംസ് എല്ലാം നടക്കുന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ്. ശ്രദ്ധിക്കുക, ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം ആണ്. കാറ്റഗറി നമ്പർ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഒന്നുകൂടെ ആവർത്തിക്കാം. 040/15, 41/15, 42/15, 140/15, 141/15, 142/15, 143/15, 144/15, 145/15. ഒപ്പം തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം 146/15 15-ാം തീയതിയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ 147, 148 ഈ എക്സാം കാറ്റഗറി എല്ലാം വരുന്നത് 15-ാം തീയതിയാണ്. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം ആണ് 15-ാം തീയതി നടക്കുന്നത്. ഒപ്പം തന്നെ കാറ്റഗറി നമ്പർ വ്യത്യാസമുള്ള 040/15 16-ാം തീയതിയാണ് നടക്കുന്നത്. 41/15, 42/15, 140/15, 141/15, 142/15, 143/15, 144/15, 145/15, 146/15, 147/15, 148/15 ഈ എക്സാം എല്ലാം നടക്കുന്നത് 16-ാം തീയതിയാണ്. ഫെബ്രുവരി 16-ാം തീയതിയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം. കാറ്റഗറി നമ്പർ വ്യത്യാസമുള്ളത് 2015 വിളിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഡേറ്റ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ഡേറ്റും കാറ്റഗറി നമ്പറും ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം എക്സാം ഡേറ്റ് കൺഫേം ചെയ്യുക. അടുത്തതായിട്ട് ഫെബ്രുവരി 17-ാം തീയതി നടക്കുന്ന എക്സാംസ് ആണ് പറയുന്നത്. അതും ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെയാണ്. കാറ്റഗറി നമ്പർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 040/15, 41, 42, 140/15 ഇവയെല്ലാം 17-ാം തീയതിയാണ് നടക്കുന്നത്. ഒപ്പം സ്പെഷ്യൽ റിസർവേഷൻ 141/15 SC കാരുടെ എക്സാം, ഷെഡ്യൂൾ കാസ്റ്റിന്റെ എക്സാം നടക്കുന്നത് 17-ാം തീയതിയാണ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് 142/15 മുസ്ലിം റിസർവേഷനിൽ വരുന്ന എക്സാമും 17-ാം തീയതിയാണ്. ഒപ്പം തന്നെ 143/15 STയുടെ എക്സാമും 17-ാം തീയതിയാണ്. 144/15 OX, 145/15 ധീവര, 146/15 HN, 147/15 ETB ഇവരുടെ എല്ലാം എക്സാം നടക്കുന്നത് 17-ാം തീയതിയാണ്. ഒപ്പം തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് 148/15 LCAIയുടെ എക്സാം 17-ാം തീയതി തന്നെയാണ് നടക്കുന്നത്. അടുത്തതായിട്ട് 19-ാം തീയതി നടക്കുന്ന എക്സാം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റേഡിയോ ഡയഗ്നോസിസ് 423/16 എക്സാം നടക്കുന്നത് 19-ാം തീയതിയാണ്. അടുത്തതായിട്ട് 21/2/2018 ഫെബ്രുവരി 21-ാം തീയതി നടക്കുന്ന എക്സാം ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 220/17 21-ാം തീയതിയാണ് നടക്കുന്നത്. അടുത്തതായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് സർജറി 422/16 എക്സാം നടക്കുന്നത് ഫെബ്രുവരി 22-നാണ്. സീനിയർ ലെക്ചറർ ഇൻ പീഡിയാട്രിക് സർജറി 22-ാം തീയതിയാണ് നടക്കുന്നത്. സ്പെഷ്യൽ റിസർവേഷൻ SCക്കാർക്കാണ്. 153/17 കാറ്റഗറി നമ്പർ വരുന്നത്. അടുത്തതായിട്ട് 23-ാം തീയതി നടക്കുന്ന എക്സാം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ എക്സാം നടക്കുന്നത് 23/2/2018 കാറ്റഗറി നമ്പർ 420/16. ഒപ്പം തന്നെ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി 501/17 നടക്കുന്നത് 24-ാം തീയതിയാണ്. ഫെബ്രുവരി 24-ന് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി 501/17 എക്സാം നടക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കെമിസ്ട്രി വരുന്നത് 26-ാം തീയതിയാണ്. ഫെബ്രുവരി 26-ാം തീയതി. കാറ്റഗറി നമ്പർ 127/17.
ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കെമിസ്ട്രി കാറ്റഗറി നമ്പർ 333/17 നടക്കുന്നത് ഫെബ്രുവരി 26-ാം തീയതിയാണ്. അടുത്തതായിട്ട് 27-ാം തീയതി നടക്കുന്ന എക്സാം ആണ് ഞാൻ പറയുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹിന്ദി 129/17. ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഹിന്ദി 329/17. ഈ രണ്ട് എക്സാമും നടക്കുന്നത് 27-ാം തീയതിയാണ്, ഫെബ്രുവരി 27-ാം തീയതി. അടുത്തതായിട്ട് 28-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാംസ് ആണ് ഞാൻ പറയുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഇംഗ്ലീഷ് 246/17 നടക്കുന്നത് 28-ാം തീയതിയാണ്, ഫെബ്രുവരി ലാസ്റ്റ് ആണ്. അടുത്തതായിട്ട് നോൺ വെക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് സീനിയർ ആണ്, കാറ്റഗറി 163/17. സ്പെഷ്യൽ റിസർവേഷൻ ഗോസ് ടു ST 28/2/2018 നടക്കുന്നത്. ഒപ്പം തന്നെ നോൺ വെക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് ജൂനിയർ വരുന്നതും സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്, ST കാർക്കാണ്. 166/17 കാറ്റഗറി നമ്പർ, നടക്കുന്നത് 28/2/2017. അപ്പോൾ എക്സാം ഡേറ്റ് കൺഫേം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്ത നിങ്ങളുടെ പോസ്റ്റും നിങ്ങളുടെ കാറ്റഗറി നമ്പറും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം എക്സാം ഡേറ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന ഫെബ്രുവരി, ഈ വരുന്ന 2018 വർഷം എന്ന് പറയുന്നത് ഒരുപാട് PSC എക്സാംസും ഒപ്പം തന്നെ ഒരുപാട് നിയമനങ്ങളും നടക്കുന്ന ഒരു വർഷമാണ്. സോ എല്ലാവർക്കും വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഒപ്പം തന്നെ PSC എക്സാം ഒക്കെ മാറ്റാൻ പോവുകയാണ്. വരുന്ന രീതിക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ എക്സാം വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. എല്ലാവർക്കും 2018 ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ വിഷ് ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ തുടർന്നും ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട ക്ലാസ്സുകളെല്ലാം ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭ്യമാക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. Till then, bye bye and thank you for watching my channel.